ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു, വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടന്നു. പക്ഷേ കോൺഗ്രസ് അത്തരമൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധമോ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരിക്കലും അത് നടത്താൻ പാടില്ല. കുറേ കൂടെ സംയമനം വേണ്ടേ? ഏത് സംഘടനയിൽപ്പെട്ട ആളുകളായാലും ഈ പറഞ്ഞ വർഗീയ വിദ്വേഷം അത് ആളിക്കത്തിക്കുന്ന ഒരു സമീപനം പാടില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ട് ഞങ്ങളുടെ സമീപനം എപ്പോഴെന്താ വിഭാഗീയത വളർത്തുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു. ആ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കാൻ സാധിക്കില്ല. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വസ്തുതകൾ പറയാം, പക്ഷേ ഒരു സമുദായത്തിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണം, അതും ആസൂത്രിതമായി നടത്തുന്ന ആക്രമണമായിട്ട് അദ്ദേഹം നടത്തുന്ന ആക്രമണത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാ ബിഷപ്പുമാർക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. എല്ലാ കാലത്തും ഞങ്ങൾ അനുകൂലമായ തീരുമാനമെടുത്തു. ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ഉന്നതരായ നേതാവല്ലേ ശ്രീമാൻ ഉമ്മൻചാണ്ടി. ദീർഘവർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പദവിയും അദ്ദേഹം അലങ്കരിച്ചാണ്. കേരളം കണ്ട ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ഒരാളായിട്ട് ഉമ്മൻചാണ്ടി നിൽക്കുന്നുണ്ട്. ആ സഭ എല്ലാ കാലത്തും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ബിക്കറിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഞങ്ങളത് കണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ നടപടിയെടുക്കും. അല്ലാതെ ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ നിയന്ത്രണത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു കാലത്തും പോകാറില്ലല്ലോ. അങ്ങയുടെ ചില പ്രതിനിധികളെ ഈ ഒരു സംഘടനയെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ള ചില കഥകൾ കേൾക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു കാലത്തുമില്ല. ഞാൻ പരസ്യമായിട്ട് എന്തെങ്കിലും പരാതി പറഞ്ഞ സ്വഭാവക്കാരല്ല ഞാൻ. എന്തെങ്കിലും പാർട്ടി ഫോറത്തിൽ ഞാൻ പറയും. അല്ലാതെ പാർട്ടി കാര്യങ്ങൾ അത് പൊതുവേദിയിൽ വെച്ച് പറയുന്ന സ്വഭാവം ഒരു കാലത്തും എനിക്കുണ്ടായില്ല. എത്രയോ വർഷക്കാലമായിട്ട്, ഒരു 10, 35, 40 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ സമീപനം ആ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെയല്ല. എന്തെങ്കിലും ഞാൻ പറയും. പിന്നെ എന്നോട് കൺസൾട്ടേഷൻ നടത്തുക വെച്ചാൽ എല്ലാവരും എന്നോട് കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയില്ല. എല്ലാവരും എന്നെ വന്ന് വീട്ടിൽ തന്നെ കണ്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് അവർ പുനഃസംഘടനയുമായിട്ട് മുന്നോട്ട് പോയി. പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. എവിടെയെങ്കിലും അസ്വാരസ്യങ്ങളോ അപസ്വരങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. അങ്ങയുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് ഐ മൂസ. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മതം നോക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല. മൂസയുമായിട്ട് ഞാൻ സംസാരിക്കാം. മൂസ ഇടയ്ക്ക് എന്നെ വന്ന് കാണാറുണ്ട്. അദ്ദേഹത്തിന് വല്ല ഗ്രീവൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്ന് പരിശോധിക്കുന്നതാണ്. ജംബോ കമ്മിറ്റി അപ്പോൾ പൂർണ്ണമായും പ്രാവർത്തികമല്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ സമയത്തെ ചെറിയ കമ്മിറ്റികളാണ് ഏറ്റവും നല്ല അഭിപ്രായമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ ഒരു സമീപനം ഞാൻ സ്വീകരിച്ചപ്പോൾ 1.5 വർഷം കഴിയുന്നവരെ എനിക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിക്തമായ അനുഭവം കൂടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പറയണ്ടായി ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന കാര്യം. ഇതായിരുന്നു ആ സാഹചര്യം. അതും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കോൺഗ്രസ് ഈസ് ഒരു ഗ്രേറ്റസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇൻ ദ കൺട്രി. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്.